എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ്. അപ്പോൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. അധികം ചിലവൊന്നുമില്ല. ഇത് ഫേസിൽ നമ്മുടെ സ്കിന്നിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഒരു സൊല്യൂഷനാണ് ഈ ഒരു ഫേസ് മാസ്ക്. നമ്മുടെ ഫേസിലെ മുഖക്കുരു ആവട്ടെ, ഡ്രൈ സ്കിൻ ആവട്ടെ, ഓയിലി സ്കിൻ ആവട്ടെ, കറുത്ത പാടുകളാവട്ടെ, ഇത് എല്ലാറ്റിനും പറ്റിയ ഒരു ഫേസ് മാസ്ക് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ പ്രത്യേകിച്ചും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫേസ് മാസ്കിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ഓറഞ്ചിൻ്റെ തൊലി. നമ്മളെല്ലാവരും വെറുതെ കളയുന്ന ഒരു സാധനമാണ് ഈ ഓറഞ്ചിൻ്റെ തൊലി. അപ്പോൾ അത് എടുത്ത് വെച്ച് ഒരു 4-5 ഓറഞ്ചിൻ്റെ തൊലി കളയാതെ എടുത്ത് വെച്ച് ഒരു 3-4 ദിവസം വെയിലത്ത് ഉണക്കിയതാണ് ഇത്. അപ്പോൾ ഓറഞ്ചിനേക്കാളും, ഓറഞ്ച് ആ ഫ്രൂട്ടിനേക്കാളും ഓറഞ്ചിൻ്റെ തൊലിയിലാണ് ധാരാളം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ച് ഇതുപോലെ തൊലി നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് 3-4 ദിവസം വെയിലത്ത് വെച്ച് ഇതുപോലെ നന്നായിട്ട് ഉണക്കിയതാണ്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി നമ്മുടെ സ്കിന്നിന് അത്രയധികം നല്ലതാണ്. നമ്മുടെ സ്കിന്ന് നല്ലതുപോലെ ടൈറ്റൻ ചെയ്യാനും, അതേപോലെ സ്കിൻ ടോണിനും, അതേപോലെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാനും, കാരണം അതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ള കാരണം സ്കിന്നിന് ഗ്ലോ കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഓറഞ്ചിൻ്റെ പീലിൽ സിട്രിക് ആസിഡ് ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനും അത് നല്ലതാണ്. പിന്നെ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസൊക്കെ ഉള്ള കാരണം പിമ്പിൾസ് ഉള്ള സ്കിന്നിനും അതേപോലെ ഓയിലി സ്കിന്നിനൊക്കെ വളരെയധികം നല്ലതാണ്. പിന്നെ സൺ ടാൻ, ഇപ്പോൾ ചൂട് വെയിൽ തുടങ്ങി, അപ്പോൾ സൺ ടാനിനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി, ഉണക്കി വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഇപ്പോൾ ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ച് എടുക്കണം. അപ്പോൾ ഇതിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം 2 തരം സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാക്ക് ഞാനതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചു ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പൗഡർ നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 6 മാസം വരെ കേട് ആവാതെ ഈ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പൂണ് ഓറഞ്ച് പീൽ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈര് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓറഞ്ച് പീൽ പൗഡർ അധികം ആഡ് ചെയ്യരുത്, കാരണം 1 ടീസ്പൂൺ മതിയാവും. കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിന്നിന് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി, 1 ടീസ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് തൈരും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഓയിലി സ്കിന്നുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ആ സ്കിന്നിൽ ആ മുഖക്കുരു പോകാനും, എന്താ പറയുക, നല്ല ഫേസ് നല്ല ഒന്ന് ബ്രൈറ്റ് ആക്കാനും, ആ ഓയിലിനെസ് ഒക്കെ പോകാനൊക്കെ ഇത് വളരെ നല്ലൊരു പാക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഈ ഓറഞ്ച് പീൽ പൗഡർ 1 ടീസ്പൂൺ, പാല് 1 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിപ്പോൾ ഈ തൈരിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്യാം, കാരണം ഹണി നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ സ്കിന്നിനും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ യോഗട്ടും തൈരും ഓറഞ്ച് പീൽ പൗഡറും കൂടി മിക്സ് ചെയ്ത് പാക്ക് ഇപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ മുഖം അതിന് മുന്നേ തന്നെ നന്നായിട്ട് കഴുകി ക്ലെൻസ് ചെയ്തു. എന്നിട്ട് പാക്ക് ഫുള്ള് മുഖത്തും കഴുത്തിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണ്.
സോ ആഴ്ചയിൽ ഇതുപോലെ 2-3 തവണ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടും. ഇപ്പോൾ വെയിലും സമ്മറും ഓൾമോസ്റ്റ് തുടങ്ങി. അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖത്ത് ആ കരുവാളിപ്പ് സൺ ടാൻ മാറാനൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട്, സൺ ടാൻ മാറാനൊക്കെ നല്ലതാണ് ഈ ഫേസ് പാക്ക്. അപ്പോൾ ഫേസിൽ നന്നായിട്ടിത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 to 20 മിനിറ്റ് നമുക്ക് ഒന്ന് വയ്ക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും കഴുത്ത് മറക്കരുത്, കഴുത്തിലും കൂടി ചേർത്തിട്ട് വേണം ഇടാൻ. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ, ഒരു 15 to 20 മിനിറ്റ്സ്. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ നമുക്ക് മുഖം കഴുകാം. ഇപ്പോൾ മുഖം നന്നായിട്ട് കഴുകി മുഖം ഒന്ന് തുടച്ചതിന് ശേഷം ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. എനിക്ക് നല്ലൊരു ഫീലുണ്ട്, കാരണം സ്കിന്ന് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയ പോലെ ഒരു ഫീലുണ്ട്, കുറച്ച് സോഫ്റ്റ് ആയ പോലെ ഫീലുണ്ട്. കാരണം ആ ഓറഞ്ച് പീലിൽ ആ ഒരു എക്സ്ഫോലിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഓറഞ്ച് പീലിലുള്ള കാരണം സ്കിന്ന് ഒന്ന് നല്ല സോഫ്റ്റ് ആയ പോലെ ഒരു ഫീലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.